അങ്ങനെ നയന ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ദേവയാനി വന്ന് സമാധാനിപ്പിക്കുന്നത്. ജലജയും അവിടെ ഉണ്ടായിരിക്കും. ആ സമയത്താണ് നവ്യയും അഭിയും അങ്ങോട്ടേക്ക് വരുന്നത്. നവ്യ വന്ന് ചോദിക്കുന്നത്, എടി നിന്റെ ഏട്ടൻ വിളിച്ചോ എന്ന് ചോദിക്കും. അന്നേരം നയന ഇല്ല എന്ന് പറയും. ഓ, എങ്ങനെ വിളിക്കാനാ, മിക്കവാറും ആ അനഘയുടെ ആൾക്കാർ അവിടെ ഉണ്ടല്ലോ, അവരെങ്ങാനും പിടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ആദിശേഷൻ അവിടെ ചെയ്ത് കൂട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയും. എന്നാൽ നവ്യയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് നയനക്ക് നല്ല ദേഷ്യം വരാണ്. നയന ഉടനെ പറയുന്നുണ്ട്, കാര്യം അറിയാതെ ചേച്ചി ഇങ്ങനെ സംസാരിക്കരുത്. അന്നേരം നവ്യ വിട്ടുകൊടുക്കുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു നിന്റെ ഭർത്താവിന് നിന്നോട് സ്നേഹം ഒട്ടുമില്ലെന്ന്. സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ അയാൾ ഇങ്ങനെയൊന്നും ചെയ്തു കൂട്ടില്ലായിരുന്നല്ലോ. ഇത് കേട്ട് അഭി ഇടപെട്ടു. എന്തിനാ നവ്യ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞ് അഭി സംസാരിക്കും. അഭിക്കറിയാം നയനയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണു പോയി കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്ന കാര്യം. അല്ലെങ്കിൽ ദേവയാനി എന്തെങ്കിലും വിളിച്ചു പറയുമെന്ന്. ഈ സമയത്ത് ദേവയാനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ദേവയാനി പറയുന്നുണ്ട്, പല സത്യങ്ങളും എൻ്റെ നാവിലിൻ്റെ തുമ്പത്ത് വന്നിരിക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ അങ്ങ് വിളിച്ചു പറയുമെന്ന് പറയും. ഉടനെ തന്നെ ജലജ പറഞ്ഞു, മോളെ നവ്യേ, ഇവിടെ എല്ലാവരും വിഷമിച്ചിരിക്കുന്ന സമയത്താണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെയൊന്നും പറയരുത്. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്ക്. ആദർശേട്ടൻ എത്രമാത്രം വലിയ തെറ്റുകളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഫലം കിട്ടുമല്ലോ. കിട്ടണ്ടേ? ഇത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ദേവയാനി ജലജയെ വിളിച്ച് പറയുന്നുണ്ട്, ഇങ്ങോട്ടേക്കൊന്ന് വന്നേ. അങ്ങനെ ജലജയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് ദേവയാനി. ആ സമയത്ത് തന്നെ നവ്യ അബിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാടാ നിന്റെ അമ്മ എപ്പോൾ വിളിച്ചാലും അമ്മ ഇങ്ങനെ പിന്നാലെ പോകുന്നത്? നയന ഉടനെ പറഞ്ഞു, പോവാതിരിക്കാൻ പറ്റില്ല, ഏട്ടത്തിയല്ലേ വിളിക്കുന്നത്, അപ്പോൾ അപ്പച്ചിക്ക് പോവാതിരിക്കാൻ പറ്റില്ല എന്ന് പറയും. ഈ സമയത്ത് തന്നെ നവ്യ വീണ്ടും നയനെ ചൂട് പിടിപ്പിക്കാൻ തുടങ്ങി. അന്നേരം അഭി നവ്യയും കൂട്ടി അവിടെ നിന്ന് പോവാണ്. പിന്നീട് അങ്ങനെ ജലജ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് ദേവയാനി. ദേവയാനി പറയുന്നുണ്ട്, നിന്റെ മരുമകൾ എൻ്റെ ആദർശിനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് എനിക്കും എൻ്റെ മരുമകൾക്കും നന്നായിട്ട് എന്നെ നോവുന്നുണ്ട്. അത് കേട്ടപ്പോൾ ജലജ ഒന്നും അറിയാത്ത മട്ടിൽ പറയുന്നുണ്ട്, അത് പിന്നെ ഏട്ടത്തി, എനിക്കതിൽ യാതൊരുവിധ പങ്കുമില്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നോ? നീ അവളെ പറഞ്ഞു മനസ്സിലാക്കണം. നിന്റെ മോൻ ചെയ്ത കുറ്റമാണ് എൻ്റെ ആദർശ് എടുത്തിരിക്കുന്നത് എന്ന കാര്യം. എങ്ങാനും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, അത് പിന്നെ ഏട്ടത്തി ഞാൻ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ നോക്കുന്ന സമയത്തിന് നീ കൂടുതലൊന്നും പറയണ്ട. നിന്നെക്കുറിച്ചും നിന്റെ മോനെക്കുറിച്ചും എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങോട്ടേക്ക് അനുസരിച്ചാൽ മതി. പിന്നീട് ആ സിങ്കിനകത്തിരിക്കുന്ന പാത്രങ്ങൾ കാണിച്ചു കൊടുത്തിട്ട്, ഈ അടുക്കളയിൽ കിടക്കുന്ന പാത്രങ്ങളെല്ലാം നീ ഒറ്റക്ക് തേച്ച് കഴുകണമെന്ന് പറയും. ഇവിടെ ജോലിക്കാരൊന്നും വരുന്നില്ലെന്നറിയാലോ. അടുക്കളയെല്ലാം തന്നെ ക്ലീൻ ചെയ്യണം. മുറിക്കകത്തെല്ലാം തന്നെ തൂത്ത് തുളച്ച് വൃത്തിയാക്കണം. ഈ നാട്ടിലെ ഏറ്റവും വലിയ വീടാണിത്. ഈ വീട് മുഴുവൻ വൃത്തിയാക്കേണ്ട ഉത്തരവാദിത്തം ഇനി നിന്റേതാണ്. ഇത് കേട്ടതോടുകൂടി തന്നെ ജലജ ഒരു മോശമായ രീതിയിൽ ദേവയാനിയെ നോക്കുന്നുണ്ട്. നീ എന്താടി എന്നെ ഇങ്ങനെ നോക്കുന്നത്? നിനക്ക് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ജലജ പേടിച്ചിട്ട്, ഏയ് ഞാൻ ചെയ്തോളാം ഏട്ടത്തി എന്ന് പറയാണ്. എന്നാ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി. നീയും നിന്റെ മോനും ചെയ്ത തെറ്റിന് ഇത്രയെങ്കിലും ഞാൻ ശിക്ഷ തരണമല്ലോ. എൻ്റെ മോൻ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഇനി നിന്റെ മോനെ കൊണ്ട് ഞാൻ തെങ്ങിന് തടം വരെ എടുപ്പിക്കും. നിനക്കും നിന്റെ മോനും വേറെ പണിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ദൂഷ്യമൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രശ്നം ഞാൻ അങ്ങോട്ടേക്ക് മാറ്റിത്തരാം. മര്യാദക്ക് പെട്ടെന്നെല്ലാം തന്നെ ചെയ്തോളണം. ഇല്ലെങ്കിൽ സത്യങ്ങളൊക്കെ ഞാൻ നവ്യോടങ്ങ് വിളിച്ചു പറയുമെന്ന് പറയട്ടെ ദേവയാനി. അങ്ങനെ ദേവയാനി അവിടെ നിന്നങ്ങ് തിരിഞ്ഞു നടക്കുമ്പോൾ ജലജ പതിയെ പറയുന്നുണ്ട്, നീ പോടി, നീ പോ, പെട്ടെന്ന് പോ. ദേവേനി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. എടി നീ എന്താടി പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഏട്ടത്തി. നീ പോടി എന്നല്ലേ പറഞ്ഞത്? ഏയ് അത് പിന്നെ അടിപൊടിയാണ് എന്നാ പറഞ്ഞത് എന്നൊക്കെ പറയും. മനസ്സിലായി, നീയല്ലേ ആള്. നിന്നെ ഞാൻ ഇന്നും ഇന്നലെയൊന്നും കാണാൻ തുടങ്ങിയതല്ലല്ലോ ജലജെ. അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട. തന്ന പണി അങ്ങോട്ടേക്ക് ചെയ്താൽ മതി. ജലജക്ക് കട്ടക്കലിപ്പായിരുന്നു. പിന്നീട് ഈ ഒരു സന്തോഷ വാർത്ത അഭി പോയിട്ട് അനാമികയോടും വേണുവിനോടും പറയുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ആദർശ് ജയിലിലായി എന്നറിഞ്ഞപ്പോഴേക്കും ഒരുപാടധികം സന്തോഷമാവാണ്. ആ സമയത്തിന് വേണ്ടി ചോദിക്കുന്നുണ്ട്, അല്ല ഈ കാര്യം നയന അറിഞ്ഞോ എന്ന്? ഇതുവരെ അറിഞ്ഞിട്ടില്ല. എന്തിനാണ് താമസിപ്പിക്കുന്നത്? എത്രയും പെട്ടെന്ന് തന്നെ അവളോട് കാര്യങ്ങളങ്ങ് പറ. അവളുടെ വയറ്റുള്ള കുഞ്ഞങ്ങോട്ടേക്ക് പോവട്ടെ. അനാമിക പറഞ്ഞു. അത് ശരിയാണ് അബിയേട്ടാ. അതിനുള്ള കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ ചെയ്യണം. അതെ, ഞാൻ ഉടനെ തന്നെ ചെയ്യും. അവൾ അറിയുകയും ചെയ്യും. അതുമാത്രമല്ല, അനന്തപുരിക്കാർക്ക് നല്ലൊരു ഇടിവെട്ട് പണിയല്ലേ നമ്മൾ കൊടുത്തിരിക്കുന്നത്. നവ്യ പരസ്യത്തിൽ അഭിനയിക്കാൻ പോയിരിക്കുന്നു. അഭി പറഞ്ഞു, അതെ, മൂർത്തി ജ്വല്ലറിയുടെ പ്രധാന ശത്രുവായ AN ജ്വല്ലറിക്ക് വേണ്ടി നവ്യ മോഡലാവാൻ പോകുന്നത്. അവളെ പ്രേരിപ്പിക്കുന്നതെല്ലാം ഞാനാണ്. ഒളിഞ്ഞും തെളിഞ്ഞും സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അവളാണ് ഇനി എൻ്റെ പിടിവള്ളി. അനന്തപുരിക്കാർ തകർന്ന് തരിപ്പണമാവാൻ പോകുന്നു. വേണു പറഞ്ഞു, ഇതൊരു നല്ല കാര്യം തന്നെ. ഏറ്റവും വലിയ എതിരാളികളുടെ പരസ്യത്തിലല്ലേ അവിടുത്തെ തന്നെ മരുമോൾ അഭിനയിക്കുന്നത്. അഭി പറഞ്ഞത്, ഞാൻ എല്ലാവരുടെയും കണ്ണിൽ ഇപ്പോൾ ഒരു ജയിൽ പുള്ളിയാണ്. അതുകൊണ്ട് എനിക്കൊന്നും തന്നെ നോക്കാനില്ല. അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് മോഡലിങ്. അനാമിക ചോദിച്ചു, മോഡലിംഗ് അഭിനയിച്ച എന്താ പ്രശ്നം? വേണു പറയുന്നുണ്ട്, അതെ, അനന്തപുരിയിലെ പെണ്ണുങ്ങളെ അടിച്ചമർത്തേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ നയന വലിയ ഡിസൈനറല്ലേ, പിന്നെന്താ നവ്യക്ക് അഭിനയിച്ചാല്?
അഭി പറയുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞത്, അവൾ ഇനിയും പോകും, ആർക്കും അവളെ തടയാനൊന്നും പറ്റില്ല. വേണു പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ നയന സത്യങ്ങളെല്ലാം അറിയണം. ഇനി വരാൻ പോകുന്ന കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവൾ അതറിയും. അവിടെ കൂട്ടക്കരച്ചിലായിരിക്കും പിന്നീട്. അഭി അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ അഭി അവിടെ നിന്നും പോയി. അന്നേരം വേണു അനാമികയോട് പറയുന്നത്, മോളെ നമ്മൾ മാത്രം പുകഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവരും ഒന്ന് പുകയട്ടെ, ആ പുക അങ്ങോട്ടേക്ക് കത്തട്ടെ. അവർ ഭയങ്കര സന്തോഷമായി. പിന്നീട് അങ്ങനെ അഭി ദുബായിലുള്ള തൻ്റെ ശിങ്കിടിയെ വിളിച്ചു സംസാരിക്കാണ്. ആദർശ് അവിടെ ജയിലിലായെങ്കിലും ഇവിടെ ആ ഒരു കാര്യം പലരും അറിഞ്ഞിട്ടില്ല, അത് ഉടനെ തന്നെ അറിയിക്കണം. അയാൾ പറഞ്ഞു, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി, ഞാൻ വിളിച്ചറിയിച്ചോളാം. അഭിക്കത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അനന്തപുരിയിൽ ഒരു കൂട്ടക്കരച്ചിൽ ഉയരണം, അതാ വേണ്ടത്. ശിങ്കിടി പറഞ്ഞു, നീ വിഷമിക്കേണ്ട അഭി, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ തന്നെ ചെയ്തോളാം. ഇതേ സമയം നയന ആകെ വിഷമിച്ചിരിക്കുകയാണ്. ആദർശേട്ടൻ ഇതുവരെയായിട്ടൊന്നും വിളിച്ചിട്ടില്ല. അപ്പോഴാണ് പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കുന്നത്. ഒരു ഗൾഫ് നമ്പർ ആയിരുന്നു. ആദർശാണെന്ന് കരുതി വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ നയന ആ ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ എന്ന് പറഞ്ഞപ്പോൾ അപ്പുറത്ത് നിന്ന് ചോദിച്ചു, ഇത് ആദർശിന്റെ വൈഫല്ലേ എന്ന്. അതേ എന്ന് പറഞ്ഞപ്പോൾ, ഇങ്ങോട്ടേക്ക് ചോദ്യങ്ങളൊന്നും വേണ്ട, ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. ആദർശ് ഇവിടെ ഗൾഫിലെ ജയിലിലാണ് എന്നും പറഞ്ഞ് ഫോൺ പെട്ടെന്നങ്ങ് കട്ടായി. നയനക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഒരു നിമിഷം നയന ആകങ്ങ് തകർന്നു പോയി. പിന്നീട് നയന നേരെ ഹാളിലേക്ക് ഓടി. അവിടെ മൂർത്തി മുത്തശ്ശൻ ആദർശിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. നയന കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത് കണ്ടപ്പോൾ മുത്തശ്ശൻ ചോദിച്ചു, എന്താ മോളെ, എന്ത് പറ്റിയെന്ന് ചോദിക്കും. അതെ മുത്തശ്ശ, ഒരു പ്രശ്നമുണ്ട്. എനിക്കിപ്പോൾ ഗൾഫിൽ നിന്നും ഒരു കോള് വന്നിരുന്നു. ആദർശേട്ടനാണെന്ന് കരുതിയിട്ടാണ് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തത്. പക്ഷേ വിളിച്ചത് ആരോ ആണ്. എന്താ മോളെ, എന്താ അവർ പറഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്തന്നെ ആദർശേട്ടൻ ഗൾഫിലെ ജയിലിലാണെന്ന്. എന്നാൽ അത് കേട്ടപ്പോൾ മുത്തശ്ശൻ ആകെ ഞെട്ടിപ്പോയി. എന്ത്, ഗൾഫിൽ ജയിലിലോ? അതേ മുത്തശ്ശ, അവരങ്ങനെയാണ് പറഞ്ഞത്. മോളെ, നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വെറുതെ പറഞ്ഞതായിരിക്കും. ഏയ് ഇല്ല മുത്തശ്ശ, എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഇത് സത്യമാണെന്നാ എനിക്ക് തോന്നുന്നത്. ആദർശേട്ടൻ ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല, വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് കിട്ടുന്നുമില്ല. എനിക്ക് നല്ല പേടിയുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണം. മുത്തശ്ശൻ പറയുന്നുണ്ട്, മോള് വിഷമിക്കൊന്നും വേണ്ട, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് പറയും. മുത്തശ്ശൻ വിചാരിക്കുന്നത് പോലെയല്ല ഗൾഫിലെ കാര്യങ്ങൾ. അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പേടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ മോളെ, മോൾക്ക് എന്നെ വിശ്വാസമില്ലേ? നയന അന്നേരം അവിടെ നിന്നും പോയി. മുത്തശ്ശനും വല്ലാത്ത ടെൻഷനായിരുന്നു. പിന്നീട് അങ്ങനെ ജയനും അജയനും സംസാരിക്കുമ്പോൾ ജയൻ പറഞ്ഞു, ഇനി എൻ്റെ മോനെ ഞാൻ ഗൾഫിലേക്ക് ഒരിക്കലും വിടില്ല. അവൻ ഇവിടെയായിരുന്നുവെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു. അജയൻ പറയുന്നത്, അനി ഇത് അറിഞ്ഞപ്പോൾ മുതൽ ഭയങ്കര വിഷമത്തിലാണ്. അവൻ ആകെ തകർന്നു പോയി. ഇത് കേട്ട നയന അങ്ങോട്ടേക്ക് വന്നു. അച്ഛനും ഇളയച്ചനും കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നില്ലേ? അവർക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. അത് പിന്നെ നയന മോളെ, വേണ്ട, നിങ്ങൾ ആരും ഒന്നും പറയണ്ട. നിങ്ങളെല്ലാവരും ഇതെല്ലാം അറിഞ്ഞിട്ട് എല്ലാം മനസ്സിൽ കൊണ്ടുവച്ച് നടക്കുകയായിരുന്നു അല്ലേ? എൻ്റെ ആദർശേട്ടൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. ഇങ്ങനൊരു വാർത്ത കേട്ടിരുന്നു. എന്നിട്ട് നിങ്ങൾ എന്താ ഒന്നും ചെയ്യാതിരുന്നത്? അച്ഛനോട് ഞങ്ങൾ പറഞ്ഞു. പക്ഷേ നയനക്ക് ആകെ ടെൻഷനായി. എൻ്റെ ആദർശേട്ടന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടി എനിക്കുണ്ട്. ആ സമയം ദേവയാനി അങ്ങോട്ടേക്ക് വന്നു. എന്താ കാര്യമെന്ന് ചോദിച്ചു. നയന പറയുന്നുണ്ട്, അമ്മേ, ആദർശേട്ടൻ ഗൾഫിലെ ജയിലിലാണെന്ന് പറയും. എന്ത്, ജയിലിലോ? ദേവയാനി ആകെ തകർന്നു പോയി. ജയനോട് ചോദിച്ചു, എന്താ ചേട്ടാ, എന്താ ഞാൻ ഈ കേൾക്കുന്നത്? ദേവയാനി, ഇങ്ങനൊരു വാർത്ത കേട്ടിരുന്നു. ആരോ അവനെ മനഃപൂർവ്വം കുടുക്കിയതാണെന്ന്. എന്നിട്ട് നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ജയൻ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ സംസാരിക്കാമെന്നും പറഞ്ഞു. അത് പറഞ്ഞിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം. അങ്ങനെ പോകേണ്ടെന്നാണ് അച്ഛൻ പറയുന്നത്. ഇപ്പോൾ പോകുന്നത് അപകടമാണ്. ഇത് കേട്ടതോടെ നയനക്ക് ഭയങ്കര ടെൻഷനായി. തല ഇറങ്ങി അങ്ങ് വീഴാണ് നയന. ആ സമയം അങ്ങോട്ടേക്ക് വന്ന ജയനോട് ദേവയാനി പറഞ്ഞു, ജലജയെ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വാ എന്ന്. മുഖത്ത് വെള്ളം തെളിച്ചപ്പോൾ നയന കണ്ണു തുറന്നു. മോള് വിഷമിക്കൊന്നും വേണ്ട. ജലജ ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടത്തി പ്രശ്നം? നിനക്ക് സന്തോഷമുള്ള കാര്യമാണ് നടന്നിരിക്കുന്നത് ജലജെ. എൻ്റെ മോൻ ജയിലിലാണ്. ഇത് കേട്ടാ നീ സന്തോഷിക്കുന്നുണ്ടാവും. പക്ഷേ ആ ചിരി മാഞ്ഞു പോവാൻ അധിക സമയമൊന്നും വേണ്ട. ജലജ ഒന്നും അറിയാത്ത മട്ടിൽ പറഞ്ഞു, ഏട്ടത്തി എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നിന്റെയും നിന്റെ മകന്റെയും സ്വഭാവമൊക്കെ എനിക്കറിയാം. നയനക്കും വല്ലാത്ത വിഷമമായിരുന്നു. പിന്നീട് ജലജ അകത്തേക്ക് പോയിട്ട് അഭിയെ വിളിച്ചു. കൂട്ടക്കരച്ചിലായോ എന്ന് അഭി ചോദിച്ചപ്പോൾ, അതേടാ മോനെ, അവിടെ എല്ലാവരും കൂടി കൂട്ടക്കരച്ചിലാണ്. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ പോകുന്നു. അഭി പറയുന്നുണ്ട്, അമ്മേ, ഈ നിമിഷത്തിന് വേണ്ടിയിട്ടില്ലേ നമ്മളെല്ലാവരും ഇത്ര കാലം ആകാംക്ഷയോടെ കാത്തിരുന്നത്? അതേടാ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉള്ളുകൊണ്ട് ചിരിക്കുന്നത്. ഇനി നടക്കാൻ പോകുന്നത് കണ്ടോ? നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുമെന്നൊക്കെ പറഞ്ഞ് അഭിയും ജലജയും വളരെയധികം സന്തോഷത്തോടെ നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.